4ാം ക്ലാസ് അറബിക് വഴികാട്ടിയിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ വർക്ക്ഷീറ്റ്. കഴിഞ്ഞ വർക്ക്ഷീറ്റുകളിൽ ഫാരിസ് ഒരു യാത്ര പോകുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതും അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഷാറക്ക ഫാരിസുൻ ഫിർ റിഹിലത്തി, ഫാരിസ് യാത്രയിൽ പങ്കെടുത്തു. ഷാറക്ക പങ്കെടുത്തു, ഫാരിസ് പങ്കെടുത്തു. ഫിർ റിഹിലത്തി യാത്രയിൽ. വ ബഅദ റുജൂഇ ഇലൽ ബൈത്തി, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം. വ ബഅദ റുജൂഇ മടങ്ങിയതിന് ശേഷം. ഇലൽ ബൈത്തി വീട്ടിലേക്ക്. കതബ റിസാലത്തൻ ഇലാ സുദീഖിഹി, അവൻ തൻ്റെ കൂട്ടുകാരനൊരു കത്തെഴുതി. കതബ റിസാലത്തൻ അവനൊരു കത്തെഴുതി. ഇലാ സുദീഖിഹി തൻ്റെ കൂട്ടുകാരന്. അപ്പോൾ ഫാരിസ് ടൂറ് പോയിട്ട് തിരിച്ചു വന്നു വീട്ടിലേക്ക്. അതിനുശേഷം ടൂറിനെ കുറിച്ചൊരു കത്ത് കൂട്ടുകാരന് എഴുതി അയക്കുകയാണ്. ഹയ്യാ നഖറ ഒരു റിസാലത്ത, നമുക്ക് ആ കത്ത് വായിക്കാം. വനുജീബുലിൽ അസ്ഇല, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ആദ്യം കത്ത് വായിക്കണം, അതിനുശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഇതാണ് കത്ത്. സുദീഖി അൽ അസീസ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അതമന്ന ലക്കൽ ഖൈറ, നിനക്ക് സുഖം തന്നെയാണെന്ന് കരുതുന്നു. അതമന്ന ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ലക്കൽ ഖൈറ നിനക്ക് സുഖമാണെന്ന്. ഷാറക്തു ഫിർ റിഹലത്തി ഇലാ തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പങ്കെടുത്തു. ഷാറക്തു ഞാൻ പങ്കെടുത്തു. ഫിർ റിഹലത്തി യാത്രയിൽ. ഇലാ തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്കുള്ള. സുർന മബ്ന മജ്ലിസ് തശ്രീഇ, ഞങ്ങൾ നിയമസഭാ മന്ദിരം സന്ദർശിച്ചു. സുർന ഞങ്ങൾ സന്ദർശിച്ചു. മബ്ന മജ്ലിസ് തശ്രീഇ നിയമസഭാ മന്ദിരം. വശാഹദ്ന ഹൈക്കല പത്മനാഭസ്വാമി, ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു. വശാഹദ്ന ഞങ്ങൾ കണ്ടു. ഹൈക്കൽ, ഹൈക്കൽ മീൻസ് ക്ഷേത്രം. ഏത് ക്ഷേത്രമാണ്? പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു. വ ബഅദ ദാലിക അതിനുശേഷം. ഖറജ്ന ഇലൽ മക്തബത്തിൽ ആമ, ഞങ്ങൾ പബ്ലിക് ലൈബ്രറിയിലേക്ക് പുറപ്പെട്ടു. ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു. ഇലൽ മക്തബത്തിൽ ആമ പബ്ലിക് ലൈബ്രറിയിലേക്ക്. അൽ മക്തബ മീൻസ് ലൈബ്രറി, അൽ ആമ പബ്ലിക് പൊതുവായ, പൊതു ലൈബ്രറിയിലേക്ക്, അതായത് എല്ലാ ജനങ്ങൾക്കും പുസ്തകങ്ങൾ വായിക്കാനുള്ള ലൈബ്രറി. അങ്ങനെ അവിടെ ഞങ്ങൾ പോയി. ദഖൽന ഇലൽ മക്തബത്തി, ഞങ്ങൾ ലൈബ്രറിയിൽ പ്രവേശിച്ചു. ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു. ഇലൽ മക്തബ ലൈബ്രറിയിലേക്ക്. വ റഅയ്ന കുതുബൻ കസീറത്തൻ, ധാരാളം പുസ്തകങ്ങൾ ഞങ്ങൾ കണ്ടു. ലൈബ്രറിയിൽ. റഅയ്ന ഞങ്ങൾ കണ്ടു. കുതുബൻ പുസ്തകങ്ങൾ. കസീറത്തൻ ധാരാളം. സുമ്മ ദഹബ്ന ഇലാ ഹദീഖത്തിൽ ഹയവാനാത്തി, പിന്നെ ഞങ്ങൾ മൃഗശാലയിലേക്ക് പോയി. സുമ്മ പിന്നെ ദഹബ്ന ഞങ്ങൾ പോയി. ഇലാ ഹദീഖത്തിൽ ഹയവാനാത്ത് സൂയിലേക്ക്, മൃഗശാലയിലേക്ക്. ഹദീഖത്തുൽ ഹയവാനാത്ത് മീൻസ് മൃഗശാല. മാ അർവ അൽ മനാലിർ, എന്ത് മനോഹരമായ കാഴ്ചയാണ് ആ മൃഗശാലയിലുള്ളത്. നല്ല ആകർഷകമായ കാഴ്ചകളായിരുന്നു അവിടെ ഉള്ളത്. മാ അർവ എന്തൊരു ആകർഷകമായ, എന്തൊരു മനോഹരമായ. അൽ മനാലിർ കാഴ്ചകൾ. ഹുന യംഷി അസദുൻ, ഇവിടെ സിംഹം നടക്കുന്നുണ്ട്. വഹുനാക യദുബ് സഅബാനുൻ, അവിടെ പാമ്പിഴയുന്നുണ്ട്. ഹുന ഇവിടെ. യംഷി നടക്കുന്നു. അസദുൻ സിംഹം. വഹുനാക അവിടെ. യദുബ് ഇഴയുന്നു. സഅബാനുൻ പാമ്പ്. തജവ്വൽന ഫീഹ ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി. തജവ്വൽന മീൻസ് ഞങ്ങൾ ചുറ്റിക്കറങ്ങി. ഫീഹ അവിടെ. ഇവിടെ. ഫി ഹദീഖത്തിൽ ഹയവാനാത്തി മൃഗശാലയിൽ. വറഅയ്ന കസീറൻ മിനൽ ഹയവാനാത്തി വത്തുയൂർ, ഞങ്ങൾ ധാരാളം മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു. വറഅയ്ന ഞങ്ങൾ കണ്ടു. കസീറൻ ധാരാളം. മിനൽ ഹയവാനാത്തി വത്തുയൂർ, തുയൂർ പക്ഷികൾ, ഹയവാനാത്ത് മൃഗങ്ങൾ. ധാരാളം പക്ഷികളെയും മൃഗങ്ങളെയും ഞങ്ങൾ കണ്ടു. വഫിൽ മസാഇ വൈകുന്നേരം. ദഹബ്ന ഇലാ സാഹിലിൽ ബഹരി, ഞങ്ങൾ കടൽ തീരത്തേക്ക് പോയി, ബീച്ചിലേക്ക് പോയി. വശാഹദ്ന ഉറൂബ ശംസി, എന്നിട്ട് സൂര്യ അസ്തമയം കണ്ടു. വശാഹദ്ന ഞങ്ങൾ കണ്ടു. ഉറൂബ ശംസി സൂര്യാസ്തമയം. മാ അജ്മൽ ലഹ്ലാത്ത്, എന്തൊരു മനോഹരമായ നിമിഷങ്ങളായിരുന്നു അത്, സൂര്യാസ്തമയത്തിൻ്റെത്.
വഫിൽ ലൈലി അങ്ങനെ രാത്രി റജഅന ഇലൽ ബൈത്തി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. റജഅന ഞങ്ങൾ മടങ്ങി, ഇലൽ ബൈത്തി വീട്ടിലേക്ക്. വഫി ഖൽബി എൻ്റെ മനസ്സിൽ ദിക്റയാത്തുൻ ഹൽവ മധുരമുള്ള ഓർമ്മകളായിരുന്നു. വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ, വീട്ടിലേക്ക് പോരുന്ന വഴിയിലും വീട്ടിലെത്തിയപ്പോഴുമൊക്കെ എൻ്റെ മനസ്സിൽ യാത്രയിലെ മധുരമുള്ള നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. താൻ നടത്തിയ ആ ഒരു യാത്രയെ വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുകയാണ് ഫാരിസ് തൻ്റെ കൂട്ടുകാരന്. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇല ഐന കാനത്ത് രഹില. രഹില യാത്ര എങ്ങോട്ടേക്കായിരുന്നു? ഇല ഐന എവിടേക്കായിരുന്നു? രഹില യാത്ര. കാനത്ത് രഹിലത്തു ഇല തിരുവനന്തപുരം. യാത്ര തിരുവനന്തപുരത്തേക്കായിരുന്നു. അപ്പോൾ ചോദ്യം എവിടേക്കായിരുന്നു യാത്ര എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തേക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, യാത്ര തിരുവനന്തപുരത്തേക്കായിരുന്നു എന്ന് തന്നെ പറയണം. അതുകൊണ്ട് എങ്ങനെ എഴുതാം? കാനത്ത് രഹില എന്നത് ഇവിടെ നിന്നെടുക്കുക. ചോദ്യത്തിൻ്റെ വാക്കായ ഇല ഐന എന്നത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എടുക്കുക. അതിന് ശേഷം ഉത്തരവും എഴുതുക. അപ്പോൾ കാനത്ത് രഹിലത്തു യാത്ര ആയിരുന്നു, ഇല തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക്. ഇനി അടുത്ത ചോദ്യം, മാതാർ ആ ഫാരിസുൻ ഫിൽ മക്തബ. ഫാരിസ് എന്താണ് ലൈബ്രറിയിൽ നിന്നും കണ്ടത്? മാതാർ ആ എന്താണ് കണ്ടത്? ഫാരിസ് എന്താണ് കണ്ടത്? ഫിൽ മക്തബ ലൈബ്രറിയിൽ എന്തായിരുന്നു കണ്ടത്? റഅ ഫാരിസുൻ ഫിൽ മക്തബത്തി കുതുബൻ കസീറത്തൻ. ഫാരിസ് ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങൾ കണ്ടു. ഇവിടെ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ വാക്ക് ഒഴിവാക്കുക, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എഴുതുക. റഅ ഫാരിസുൻ ഫിൽ മക്തബത്തി അതിവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് എന്താണ് കണ്ടത് എന്ന് എഴുതുക. കുതുബൻ കസീറത്തൻ ധാരാളം പുസ്തകങ്ങൾ. അടുത്ത ചോദ്യം, മിൻ ഐന റഅൽ അസദ വസ്സുഅബാന. എവിടെ നിന്നാണ് അവൻ പാമ്പിനെയും സിംഹത്തെയും കണ്ടത്? മിൻ ഐന എവിടെ നിന്നാണ്, റഅ അവൻ കണ്ടത്, അൽ അസദ വസ്സുഅബാന സിംഹത്തിനെയും പാമ്പിനെയും എവിടെ നിന്നാണ് കണ്ടത്? അപ്പോൾ അതും ചോദ്യത്തിന്റെ വാക്ക് ഒഴിവാക്കിയിട്ട് ഉത്തരം എഴുതാൻ തുടങ്ങണം. റഅ അവൻ കണ്ടു, അൽ അസദ വസ്സുഅബാന സിംഹത്തെയും പാമ്പിനെയും, മിൻ ഹദീഖത്തിൽ ഹയവാനാത്തി എവിടെ നിന്ന്? മൃഗശാലയിൽ നിന്നും. ഓക്കെ, അടുത്തത്, മാതാ ഷാഹദ മിൻ സാഹിലിൽ ബഹരി. കടൽ തീരത്ത് നിന്ന് അവൻ എന്താണ് കണ്ടത്? മാതാ ഷാഹദ അവൻ എന്താണ് കണ്ടത്? മിൻ സാഹിലിൽ ബഹരി ബീച്ചിൽ നിന്നും. ഷാഹദ മിൻ സാഹിലിൽ ബഹരി കടൽ തീരത്ത് നിന്നും. അതിൻ്റെ ഉത്തരം മാതാ എന്നൊഴിവാക്കിയിട്ട് എഴുതുക. ഷാഹദ മിൻ സാഹിലിൽ ബഹരി കടൽ തീരത്ത് നിന്നും അവൻ കണ്ടു ഗുറൂബ ശംസി സൂര്യാസ്തമയം, സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടു. മത്താ റജഅ ഇലൽ ബൈത്തി എപ്പോഴാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത്? റജഅ ഇലൽ ബൈത്തി ഫിൽ ലൈലി അവൻ വീട്ടിലേക്ക് മടങ്ങിയത് രാത്രിയാണ്. മത്താ ദഹബ ഇല സാഹിലിൽ ബഹരി എപ്പോഴാണ് അവൻ സാഹിലുൽ ബഹറിലേക്ക് കടൽ തീരത്തേക്ക് പോയത്? ദഹബ ഇല സാഹിലിൽ ബഹരി ഫിൽ മസാഇ വൈകുന്നേരം. അവൻ വൈകുന്നേരമാണ് കടൽ തീരത്തേക്ക് പോയത്. ഇങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്.